ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികളിൽ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. SKNet 40 കേരളയാത്ര, SKNന്റെ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ എല്ലാവരും ചൊല്ലിക്കഴിഞ്ഞു. ഇതിവിടുത്തെ തോട്ടക്കര സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളാണ്. സുജാത ടീച്ചർ ഈ സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചറെ, നമ്മളെന്നെ ഭയപ്പെടുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ലഹരി വ്യാപനം വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സമൂഹത്തോട് നമുക്ക് പറയാനുള്ള ഈ ഒരു ഘട്ടത്തിൽ? നമ്മൾ ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പൊരുതിയേ മതിയാവൂ. സ്കൂളുകൾ ആദ്യം എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവർക്കും അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം. അവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി പറഞ്ഞു. അത് കേട്ടു. ഇന്ന് ശ്രീകണ്ഠൻ നായരുടെ പരിപാടിയിൽ അത് കേട്ടു. വളരെ സന്തോഷം തോന്നി. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് കേരള യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ SKNന്റെ എല്ലാ ഇതിനും ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും എന്ന് പറയാം. സന്തോഷമായോ ഈ ഒരു പ്രതിജ്ഞ ചൊല്ലി? കാരണവരാണ് ഇവിടുത്തെ. സന്തോഷമായി. എന്താ പറയാനുള്ളത്? എല്ലാ ഭാഗത്തും ഇല്ലാണ്ടാക്കി തീർക്കണം, അത്രേ ആവശ്യം. അജു ഈ അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്, ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അജുന് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രതിജ്ഞ ചൊല്ലിയോട് മാത്രം ഒരു കാര്യമില്ല, വെറുതെ ദീപം തെളിയിച്ചുകൊണ്ട് കാര്യമില്ല. മറ്റ് നമ്മളെന്താ പറയുക വെച്ചാൽ മാരകമായുള്ള MDMA മയക്കുമരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ കുട്ടികളെ വലവീശി പിടിക്കുന്ന മാഫിയകളാണ് ഇതിന് പിന്നിൽ. പൊതുസമൂഹത്തിന് നല്ല ബോധവൽക്കരണം കൊടുക്കണം. മദ്യത്തിനെക്കാട്ടും കൂടുതൽ മയക്കുമരുന്ന് MDMA മാരകമായുള്ള മയക്കുമരുന്നുകളാണ് ഈ പ്രദേശങ്ങളിൽ എല്ലാവിടെയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ എല്ലാവരും ബോധവൽക്കരണം കൊടുക്കണം, അത്ര നമുക്ക് പറയാനുള്ളൂ. സ്ത്രീകളുടെ ഭാഗത്ത് നടക്കും വലിയ പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഇനി അത് തന്നെയല്ലേ? തീർച്ചയായും അതാണ് അവരുടെയൊക്കെ നിലപാട്. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളെ സഹായത്തിനായി നമ്മുടെ പ്രാദേശിക പ്രതിനിധി സുർജിത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നാട്ടുകാരും നമ്മളോടൊപ്പം ഉണ്ട്. വലിയ മഴ പെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും ആളുകൾ ഇപ്പോഴും പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അകത്ത് കയറിയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത്. രാജീവ് സുധൈനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.